ടിച്ചുകൊണ്ടിരിക്കുകയാ മരുന്ന് കിട്ടാത്തത് കൊണ്ടും വെള്ളം കുടിവെള്ളം ശുദ്ധവെള്ളം പോലും കിട്ടാത്തത് കൊണ്ട്. എന്നിട്ട് ചില മനുഷ്യാവകാശ സംഘടനകൾ ഗാസയിൽ കടന്നിട്ട് ഗാസയിലെ സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ഇന്റർവ്യൂ നടത്തി. രോഗമില്ലാതെ വീണു പോകാതെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാകാനാ ആഗ്രഹം? ഡോക്ടർ, എഞ്ചിനീയർ, മന്ത്രി, MP, എന്താ നിങ്ങൾക്കാകേണ്ടത് ചോദിച്ചപ്പോൾ ഗാസയിലെ സ്കൂളുകളിലെ 71% പിഞ്ചുകുട്ടികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്രായേലിനെതിരെ പൊരുതുന്ന രക്തസാക്ഷികളാകാനാണ് ആഗ്രഹമെന്ന്. ഗാസയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന 71% പിഞ്ചുകുട്ടികൾ വീട്ടിൽ നിന്നൊരു റൊട്ടി പോലും തിന്നാനില്ലാത്തപ്പോഴും കുടിക്കാൻ ഒരു ഗ്ലാസ് ശുദ്ധജലം കിട്ടാത്തപ്പോഴും ഗാസയിലെ 71% മക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് രക്തസാക്ഷികളാകാൻ ആഗ്രഹം. ഇസ്രായേലിനെതിരെ പൊരുതുന്ന രക്തസാക്ഷികൾ. ജോർജ് ബുഷ് ജാഗ്രതയെ, ഇസ്രായേൽ ജാഗ്രതയെ. ഒരിക്കലും ധിക്കാരികൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഒരിക്കലും സാമ്രാജ്യത്വ ശക്തികൾക്ക് വിജയിക്കാൻ പറ്റില്ല, ഒരിക്കലും ഫാസിസ്റ്റ് ദുശക്തികൾക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ പറഞ്ഞത് അങ്കിൾ സാം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് ഇവിടെയും നമ്മുടെ കൊച്ചു ജൂനിയർ അങ്കിൾ സാമുകൾ പറയുന്നത്. എന്താ? മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഭീകരവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പൊ എന്താ?